സാറ് മരിച്ചതിന് ശേഷം ഞങ്ങൾ അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല. സാറുള്ളപ്പോൾ വരെ സാർ ഇവിടുന്ന് മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഇവിടുന്ന് പോകുമ്പോൾ ഞാനുമായിട്ട് വളരെ അടുപ്പമാണ്. നല്ലൊരു ഡോക്ടറാണല്ലോ റോസമ്മ, തൊട്ടടുത്ത് തന്നെ ഒത്തിരി ചികിത്സ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ച് എനിക്ക് ഇത് നല്ലത് പറയാനില്ല, അത് മോശം പറയാനില്ല. പിന്നെ അവരിവിടെ സാറ് കെട്ടിക്കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ പള്ളിയിലും ബാക്കി കരഞ്ഞു നിന്നത് ഞാനാണ്. ഒരു കുടുംബനാഥനെ പോലെ നിന്ന് അവിടെ പേരെഴുതി ഒപ്പിട്ടൊക്കെ ഇവിടെ പള്ളിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ അവർ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. സാറ് തുറന്ന് സംസാരിക്കാറുണ്ടായിരുന്നോ? അങ്ങനെ വല്ലതും അങ്ങനെ സാറ് പറയാറുണ്ടായിരുന്നോ? സാർ അങ്ങനെ ഒന്നും സാർ നല്ലൊരു മനുഷ്യൻ, ഒരു ഇന്നസെന്റ് മാൻ. ചതി പറ്റിപ്പോയെന്ന് വല്ലോ അങ്ങനെ വല്ലോ സംസാരിച്ചു? അയാൾക്ക് ചതി പറ്റിപ്പോയതല്ല ഇവരെ കെട്ടിയത്. അതങ്ങനെ വല്ല സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ സാറിന് പറ്റിയ ഒരു ഏറ്റവും വലിയ ചതി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ വിവാഹം ചെയ്തു എന്നുള്ളത് ഒരു സാറിന് പറ്റിയ ചതിവാണ്. ഒരു വിഷമമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മരിക്കുന്നതിന് മുമ്പ്? കാരണം ഇവിടെ ഈ മതിൽ കണ്ടോ, ഇവിടെ അതെ ഈ മതിലാണല്ലോ അതിർത്തി. ഇത് കണ്ടോ, ഇത് 3 അടിയുള്ളൂ, അതാണ് ബൗണ്ടറി. അപ്പോൾ ഈ മതിലൊക്കെ കെട്ടിച്ചത് ഞാനാണ്. ഇത് കൺസ്ട്രക്ഷൻ്റെ, അതായത് ഈ സാറിൻ്റെ അതിര് തിരിച്ചത് ഞാനാണ്. അപ്പോൾ അതിൻ്റെ പൈസ ഞാൻ വർക്കെടുത്ത് ചെയ്തേണ്ടതാണ്. അതിൻ്റെ കുടുംബമാണ്, അവർക്ക് വാടകയ്ക്ക് കൊടുക്കും. ഇവിടെ ഞങ്ങൾ 2 മക്കളൊക്കെ വളർന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കുകളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. സാറ് പൈസ തരും, പാർട്ടായിട്ടല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഒരു തോടുണ്ടോ വെള്ളം പോകാനായിട്ട്. ഇവിടെയൊക്കെ ചെളികെട്ടേക്കുന്നുണ്ടോ, അപ്പോൾ വർഷം വന്ന് അവിടെ വെള്ളം കെട്ടി നിൽക്കും. ഇവിടെ ഈ സ്റ്റെപ്പ് വരെ വെള്ളം ഈ പ്രാവശ്യം വന്നു. അപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ആ വർഷം വന്നപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുക. സാറ് സ്കൂളിൽ നിന്ന് ഹോളി ഫാമിലിയിലെ ഹൈസ്കൂളിലെ അധ്യാപകനാണ്, കുര്യാക്കോസ് സാർ, അറിയാമോ? എനിക്കറിയാം. അപ്പോൾ സാറ് വെറുതെ ഇങ്ങനെ കിടക്കനാണ്. തൊടുപുഴ മാറിയാലുണ്ടോ, പ്രകാശം കെട്ടി പോയിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ സാറ് വന്ന് വെള്ളം കെട്ടി നിൽക്കുക. അപ്പോൾ എന്നെ വിളിച്ചിട്ട് അപ്പം ചേട്ടാ എവിടെയൊക്കെ വെള്ളം, അവൻ അറിയാം ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുമെന്ന് പറഞ്ഞു. ഒരു ഇരുമാരുണ്ട്, ഒരു 4 ഹോളടിച്ച് ആ ഒരു തോട് പോലെ അങ്ങോട്ടുണ്ട്. അത് അങ്ങോട്ടങ്ങ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ റോസമ്മ 2ാമത് മേടിച്ച സ്ഥലമുണ്ട്, റോസമ്മ മേടിച്ചതിലുണ്ട് രാഘവമുഖിയില്ല. അവിടെ കൂടി തോട് പോയിട്ട് വേറൊരു കൈത്തോടുണ്ട്, അത് കായലിലേക്ക് പോകുന്ന തോടാണ്, നമുക്കറിയാതെ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ മതിൽ കെട്ടിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞ സാറേ നമുക്ക് ആ ഒരു സാറ് മേടിച്ചൊരു വഴിയാണ്, ഇപ്പോൾ റോഡായിട്ട് കിടക്കുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് ഒരു താഴ്ത്തി പൈപ്പ് ഇടാൻ, എന്നിട്ട് അതിൻ്റെ പുറത്ത് സ്ലാബ് ഇടാം, അങ്ങനെയൊക്കെ പ്ലാൻ ഇട്ടതാണ്. സാറ് മരിച്ചു പോയതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയത്, അവിടെ പൈപ്പ് സ്ലാബൊന്നും ഇല്ല നിലവിൽ. ഇല്ല, ഇപ്പം ഇവിടെ ഒന്നുമില്ലല്ലോ. അല്ല, അത് പ്ലാൻ ചെയ്തതാണ്, നടന്നില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ഇതിനിടയ്ക്ക് പടിഞ്ഞാറ് സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ പൈസയും സാറ് പറഞ്ഞു, നമ്മുടെ സാറേ അത് നഷ്ടമില്ല, അത് വാങ്ങിച്ചിട്ട്, കാരണം സാറല്ല വേറെ ആർക്കും ഉപകരിക്കത്തില്ല, ടച്ച് കിടക്കുന്ന സ്ഥലമല്ലേ. വരട്ടെ പഞ്ചാടാന്ന് പറഞ്ഞ് പോയി. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോയ ആളാണ്. ഒരു കാര്യം ഏൽപ്പിച്ച് വെള്ളിയാഴ്ച ഇവിടെ നിന്ന് പോവുക, ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രി സാറ് വരും. എന്നും വിളിച്ച് മിണ്ടുമൊക്കെ ചെയ്യുമായിരുന്നോ സാറ്? കൂട്ടായിരുന്നു നിങ്ങൾ അതുപോലെ? കൂട്ടാണോ? പിന്നെ അതല്ലേ, ടീച്ചർ മരിച്ചു കഴിഞ്ഞ് എനിക്ക് മുഖത്തുനിന്ന് തന്നെ ആ ഫീലിംഗ് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ടീച്ചർ മരിച്ചു കഴിഞ്ഞിട്ട് സാർ ഒറ്റപ്പെട്ടിരുന്നപ്പോൾ വൈകിട്ട് എന്നെ വിളിക്കും, ഞാൻ അവിടെ പോയിരിക്കും. ഒരു 10:30 സാർ ഉറങ്ങണവരെ ഞാൻ കൂട്ടിരിക്കുവാണ്. അങ്ങനെയല്ലേ, അത്ര ആത്മബന്ധമായിരുന്നല്ലേ? അത്ര ആത്മബന്ധം. ആ പിള്ളേർ ഇവിടെ വളർന്നതല്ലേ, കൊച്ചു ജോണിയൊക്കെ ഇവിടെ വളർന്ന പിള്ളേരാണ്. ഈ സാറ് ടീച്ചർ മരിച്ചു കഴിഞ്ഞാൽ സാറിനോട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോടും. അപ്പോൾ സാറ് പറയും, എന്തിനാ ചേച്ചി ബുദ്ധിമുട്ടുള്ള പുള്ളിക്കാരനും പറയും. നമ്മുടെ സാറേ ഞങ്ങൾക്ക് വേറെ ആരും കൊടുക്കാനില്ല, പിള്ളേരെല്ലാവരും അവരുടെ എല്ലാവരും സ്വന്തമായിട്ട് അവർ താമസിക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്ര ആത്മാർത്ഥതയാണ്. ഉച്ചയ്ക്കുള്ള ചോറ് വേണ്ട, ഞാൻ സ്കൂളിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറയും. അങ്ങനെ പോയിക്കൊണ്ട ആളാണ്. അപ്പോൾ സാറ് ഇവിടെ നിന്ന് ഈ പോകുന്ന വെച്ചാൽ ഒരു വെള്ളിയാഴ്ച, സാറ് വെള്ളിയാഴ്ച ദിവസം പോകും. അവിടെ കുറേ പത്രത്തിൻ്റെ ഏജൻസി ഉണ്ട് പുള്ളിക്ക്, മാറിയ ഓഫീസുണ്ട് പുള്ളിക്ക്. അപ്പോൾ കുറേ പത്രങ്ങളുണ്ട്, മാഗസിൻസ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, അതിൻ്റെയൊക്കെ ഏജൻസി ഉണ്ട്. പിന്നെ അങ്ങോട്ടുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ അധ്വാനികളാണ്. കുണിഞ്ഞിപ്പാത് അത് സാറ് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം, കുണിഞ്ഞിപ്പാവ് എനിക്കറിയാം. കുണിഞ്ഞി അവിടെ അടുത്ത് മാറിയെടുത്താൽ കുണിഞ്ഞിലാണ് ഞാൻ താമസിക്കുന്നത്. അതെ അതെ, എനിക്കത് കാരണം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് അറിയണമെന്ന്. തൊട്ടടുത്ത് പാലക്കുഴ, അതിൻ്റെ തൊട്ടപ്പുറം മുണ്ടുകട, അതിൻ്റെ അപ്പുറം കുണിഞ്ഞി, പിന്നെ ചേലപ്പാറ. ഞങ്ങൾ രണ്ടും പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ സാറ് മരിച്ചിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ, എൻ്റെ ചേട്ടൻ്റെ മോനെ എന്നെ വിളിച്ച് പറയുന്നു. സാറിൻ്റെ ചേട്ടനെ വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുമ്പാണ് ഈ ചേട്ടൻ്റെ മോൻ വിളിക്കുന്നത്. കാരണം സാറിൻ്റെ ചേട്ടൻ വന്നാൽ ഇവിടെ വരും. റോസമ്മ ആ സമയത്ത് അടുത്തില്ലായിരുന്നല്ലേ? റോസമ്മ ഇല്ലായിരുന്നു. റോസമ്മ ഇവിടെ
സാറ് വെള്ളിയാഴ്ച പോകും. വെള്ളിയാഴ്ച പോകും. ഷീറ്റ് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞു റോസമ്മ പറഞ്ഞു. ഷീറ്റ് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ചങ്കിരിവേദന വന്നേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാറ് കുളിക്കാൻ ബാത്റൂമിൽ കയറി. ചേട്ടൻ്റെ മോൻ പറഞ്ഞാ കേട്ടോ. സാറിൻ്റെ ചേട്ടൻ്റെ മോൻ പറഞ്ഞാ. ഇപ്പം രാത്രിയാണ് വിളിക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ ഒരു കാറ് വിളിച്ച് ഞാനും എൻ്റെ വൈഫും എൻ്റെ 2 മക്കളും ആൺമക്കൾ എന്നിട്ടുള്ള സ്ഥലത്ത് രാജസ്ഥാനില്ല അവർ രണ്ടുപേരും. കാരണം ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. സാറ് ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾ ചെന്നാണ്ട് 10-15 കഴിഞ്ഞാണ് പുള്ളിക്കാരത്തിയോട് വേണ്ടത്. ഈ റോസം കൂടെ എപ്പോഴാണ് വരുന്നത്? ഒരു 10-11 മണിയായിട്ടുണ്ട്. 11 മണിയപ്പോൾ തലേദിവസമാണോ മരിച്ചത്? തലേദിവസം മരിച്ച് ഒരു വരുന്നത് പിറ്റേ ദിവസം. ഞങ്ങൾ കാറിലാണ്ട് പെട്ടെന്ന് എത്തിയത്. റോസമ്മ പിറ്റേ ദിവസമാണോ മരിച്ചതിൻ്റെ? ഒരു ബസ്സിനാണ് വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പം ചേട്ടാ ബസ് കിട്ടിയില്ല, അതാ താമസിച്ചത്. അവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മരണ വീട്ടിൽ വന്നിട്ട് നമ്മളതിന് എന്താ താമസം ഞാൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തലേദിവസം എപ്പോഴാണ് മരിച്ചതെന്ന് അറിയാമോ? വൈകുന്നേരം. കാരണം സാറ് കോതമംഗലത്തൊരു കന്യാസ്ത്രീ ഉടുപ്പടിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഹോളി ഫാമിലി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയുണ്ട്. അവരുടെയും കൂടെ റിലേറ്റീവാണ്. അതിൽ സാറിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആ ഉടുപ്പടിയിൽ. അത് കോതമംഗലത്താണ്. അപ്പോൾ കോതമംഗലത്തെ ഉടുപ്പടിയിൽ ചടങ്ങ് കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് ഇവിടെ വന്ന് ഷീറ്റ് ഇട്ടേക്കണമല്ല, ഷീറ്റ് മടക്കി വെച്ച് ദേഹം കഴുകാനായിട്ട് ബാത്റൂമിൽ കയറിയതാണെന്നാണ് ഈ ചേട്ടൻ്റെ ഭാവം പറഞ്ഞത്. എന്തോ കുളിക്കാനായിട്ട് കുളിക്കാൻ കയറി അവളെ പിന്നെ കാണുന്നിട്ട് അവിടെയൊക്കെ നോക്കിയപ്പോൾ ആകാത്ത കിടക്കുക, മരിച്ചു കിടക്കുക. ഞങ്ങളിവിടെ പറഞ്ഞ കാര്യം ഈ പറയുന്നു കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ അടക്കെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഞങ്ങൾക്ക് വണ്ടി കിടപ്പുണ്ടല്ലോ. അപ്പോൾ റോസമ്മനോട് അപ്പം ചേട്ടാ ഇവരുടെ ചേച്ചിയുടെ മോളാന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പോൾ വീട്ടിൽ പഠിക്കുന്ന അതിൻ്റെ +2 ആണോ എനിക്ക് തോന്നുന്നു. +2 ആണോ ഡിഗ്രിയാണോ പക്ഷേ അതറിയില്ല. അപ്പോൾ ഞാനിന്ന് വരത്തില്ല. മണിക്കുട്ടിയാണോ? അത് സ്വന്തം സാറിൻ്റെ സ്വന്തം മക്കളാണ്. അവരൊക്കെ ജോലിക്ക് അവരൊക്കെ അവിടെ വന്നു. ചേച്ചിയുടെ ഇവർ പറയണമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ജോലിയും ചേച്ചിയുടെ മകളാണെന്ന് പറയുന്നത് നമുക്കറിയത്തില്ല. വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ പലരും വന്നിട്ടുണ്ട്. ആ വീട്ടിൽ പലരെയും താമസിപ്പിച്ചിട്ടുണ്ട്. വാടകയ്ക്കാന്നാ പറയുന്നത്. വാടകയ്ക്ക് അവർ ഒറ്റയ്ക്കാകുമ്പോൾ അവർക്കൊരു പേയിങ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പേയിങ് ഗസ്റ്റാണ് ഇവിടെ താമസിക്കുന്നത്. പള്ളിയിൽ താമസിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ഈ പള്ളിയിലെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഞാൻ വളരെ ഈ ആ തരത്തിൽ സാറ് മരിച്ച ശേഷം പിന്നെ പോകുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ മഠത്തിലെ മദർ വരുന്നു. അപ്പോൾ ഞാനവിടെ പോകുന്നത് യൂണിറ്റ് അടക്കുമ്പോൾ പോകണമല്ലോ. ഇപ്പോൾ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കാൻ പോകാം. യൂണിറ്റിൻ്റെ പല മേഖലയിൽ ഞാൻ തന്നെ ഇവിടെ ഈ യൂണിറ്റിന് പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകും. അവിടെ ഒരു പ്രാവശ്യവും ഈ ക്രിസ്മസിൻ്റെ ഇത് ചെറിയ ഉണ്ണീഷയുടെ രൂപമുണ്ട്. അപ്പോൾ അതിനെ അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് കയറണമല്ലോ. അപ്പോൾ അങ്ങോട്ട് ആ വീട്ടിൽ പോകാനായിട്ട് രൂപം ഞങ്ങൾ കൈമാറും. പ്രസിഡന്റ് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇതാണ് ഞാൻ പിടിച്ച്. അപ്പോൾ ഞാനാണ് വീട്ടിൽ കൊണ്ട് മേശപ്പുറത്ത് കൊണ്ട് വെച്ച് മേശ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കല്ലോ. അപ്പോൾ അന്നേരം അവിടെ ഒരു മുസൽമാനാണ് എന്നാണ് പറഞ്ഞത്, മുസ്ലിമാണെന്നാണ് പറഞ്ഞത്. ഭാര്യയുണ്ട്. അപ്പോൾ ഒരു മുസ്ലിം ഒരിക്കലും ഒരു സ്റ്റാച്യു തൊട്ട് വന്നിക്കില്ല, ഒരിക്കലും ഇല്ല. നമ്മളിതൊക്കെ പഠിച്ചുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഈ രൂപം കൊണ്ട് വെച്ച് ഉണ്ണീശ്വരുടെ ആ രൂപം കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വന്ന് തൊട്ട് വന്നിച്ച് പൈസ ഇട്ട് അത് കഴിഞ്ഞ് സ്ത്രീ ഇതാരാന്ന് ഇത്രയും അടുത്തായിട്ട് ഞങ്ങൾക്കറിയാൻ പാടില്ല കേട്ടോ. സത്യം പറയുമോ, ഇതാരാ എന്താണെന്ന് ഞങ്ങൾക്കൊരു പിടിയില്ല. ഒരു കാറുണ്ട്, രാവിലെ ആ കാറ് അയാൾ ഓടിച്ചു പോകും. ഈ സ്ത്രീ അതിനകത്തുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കയറത്തില്ല. ഇതിനകത്ത് ഒരു കാര്യം വെച്ചാൽ അവരുടെ ഒരു ചെറിയൊരു ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിരിക്കാം. എല്ലാ ആൾക്കാരോട്ട് അവർ തെറ്റി നിൽക്കും. എപ്പോഴും ആരും ഒന്നും ചോദിക്കരുത്, ആരും ഒന്നോട് പോകരുത്, ചോദിക്കരുത്, ഒരു വിവരവും പുറത്തേക്ക് പോകരുത്. അവരുടെ നമ്പർ ആ തെക്കേ വീട്ടുകാരോട്ട് പല പ്രാവശ്യം പോലും അവർ കുഞ്ഞുമോൻ്റെ അല്ലേ, കുഞ്ഞുമോൻ്റെ ബീവിയുടെ വീട്ടിൽ അവരുമായിട്ട് എപ്പോഴും പോലീസ് കേസാണ്. ആരുമായിട്ട് ഇപ്പോൾ അവരുമായിട്ട് സ്നേഹമാണ്, പക്ഷെ അവരുമായിട്ട് എപ്പോഴും പോലീസ് പല പ്രാവശ്യം പോലീസ് ആരുമായിട്ടൊരു അറ്റാച്ചില്ല. അറ്റാച്ച്മെൻറ്റ്. പിന്നെ അങ്ങേ സൈഡാണ് റൈറ്റ് സൈഡ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ അവരുമായിട്ടും ഇല്ല. പിന്നെ ഈ സൈഡുമായിട്ടും രക്ഷയില്ല, അവരുമായിട്ടും എപ്പോഴും പ്രശ്നം. ബഷീറിൻ്റെ വീട്ടുകാർ നമ്മൾ ഇവിടെ ഈ ഹോളിട്ടത്, ഈ സാറ് ഇട്ട ഹോൾ ഇവരടപ്പ്. സാറ് മരിച്ചൊരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇവർ പള്ളിയിൽ ചെന്ന് പരാതി പറഞ്ഞു, എൻ്റെ പറമ്പിലേക്ക് ഇന്ന വീട്ടിൽ അവർ ഹോളിട്ട് വെള്ളം എടുക്കണം. അത് ഇവിടുന്ന് തന്നെ വെള്ളം അല്ലല്ലോ, അത് മുകളിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ മഴയായിട്ട് വന്നതല്ലേ. അവർ പറഞ്ഞത് ഒരു നിയമപരമായിട്ട്, കാരണം എൻ്റെ ഈ പുരയിടത്തിലെ വെള്ളം അന്യപുരയിടത്തിലേക്ക് പോകാൻ പാടില്ല, അവരുടെ അനുവാദമില്ല. അടുത്ത വീട്ടിലെ ഇറവെള്ളം എൻ്റെ വീട്ടിൽ വീഴാൻ പാടില്ല. ഈ പുരയിടത്തിൽ നിന്ന് മാത്രമല്ല, വേറെ മുകളിൽ നിന്നൊക്കെ വന്ന വെള്ളം ആണല്ലോ. അതെ, അല്ല ഇത് ഞാൻ അങ്ങോട്ട് വിടാൻ പാടില്ല. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ വൈസ് ചെയർമാനുണ്ട്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, റിട്ടയർഡ് പ്രൊഫസറാണ് പുള്ളി.
അപ്പോൾ എന്നെ വെച്ച് പറഞ്ഞ സാറ് ഇത് കോളേജ് പ്രൊഫസറായിരുന്നോ? ഞാനോ? ആ. അല്ല ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളായിട്ട് തോന്നി. വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. എന്തായിരുന്നു പ്രൊഫഷൻ ഏതായിരുന്നു? ഞാൻ ഒരു സോഷ്യൽ വർക്കറാണ്. അതല്ലേ. ഞാൻ മെട്രിക്കുലേഷൻ എടുത്താൽ ഇവിടുത്തെ അല്ല, ചെന്നൈ. ഓക്കെ. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് അതല്ലേ അതിൻ്റെ ഫ്ലുവൻസി ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയാം, ഇടപെടൽ കാണുമ്പോൾ അറിയാൻ പറ്റും. കുഴപ്പമില്ലാതിരിക്കട്ടോ നമ്മുടെ സബ്ജക്റ്റ്. അത് തന്നെ. അപ്പോൾ ഈ അവിടെ വാടകയ്ക്ക് താമസിച്ച ആൾക്കാരുടെ ഞാൻ പറയും. അപ്പോൾ ഈ അവരുടെ നമ്പര്, അവരുടെ ടെക്നിക്ക് ഞാൻ ഈ പറഞ്ഞത് ഒരാൾക്കാരോട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അവരോട് പോകില്ല. പിന്നെ ഞാൻ ഈ യൂണിറ്റിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്, സെക്രട്ടറി ആയിട്ടൊക്കെ ഈ യൂണിറ്റിൽപ്പെട്ടതാണ് അവർ ഞങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഓരോ കാര്യത്തിന് വേണ്ടി പോകണമല്ലോ. ഓക്കെ. മന്ത്ലി വിവരം പറയാൻ പോകണം. അത് വാട്സപ്പൊന്നും ആയിട്ടില്ല, ഇപ്പോൾ വാട്സാപ്പിലൊക്കെ അറിയിക്കുന്നു. പക്ഷേ അവിടെ ചെന്ന് പറയും, പുറത്തൊന്നും പറയാം, അകത്ത് കയറിയിരിക്കത്തില്ല കേട്ടോ. പുറത്ത് ദിവസമേ ഇന്നലെ യൂണിറ്റ് ഉണ്ട്, ഇതിനോടൊക്കെ ആവശ്യം നടത്തുന്നത് അതിലേ ഉള്ളൂ. അപ്പോൾ ഈ താമസം എന്ന് പറഞ്ഞാൽ അവിടെ പലരും വന്ന് താമസിച്ചിട്ടുണ്ട്. പലരും ഒരു ലേഡീസ് ആണോ? എത്ര വയസ്സൊക്കെ തോന്നിക്കുന്ന ആൾക്കാരാ ഒന്ന് താമസിച്ചിട്ടുള്ളത്? ആദ്യം ഒരു ചെറുപ്പക്കാർ ഫാമിലി ആയിരുന്നു. എന്തോ ചെറുപ്പക്കാരായിരുന്നു, ഭാര്യ പുറത്താവും. എത്ര നാൾ മുമ്പ്? അത് ഏകദേശം ഒന്ന് പറയാമോ? ഏകദേശം ഒരു വർഷം പറയാമോ? കുര്യാക്കോസ് സാർ മരിച്ചതിന് ശേഷമാണോ? മരിച്ചതിന് ശേഷം. അതെല്ലേ. മരിക്കുന്നതിന് മുമ്പ് അവിടെ ആരും സാറുണ്ടല്ലോ. ഇങ്ങനെ പലരും വന്ന് താമസിക്കുന്നത് വാടകയ്ക്ക് താമസിക്കുക. അവരുടെ ഒറ്റപ്പെട്ടുള്ള ജീവിതം, പിന്നെ ആരെങ്കിലും വന്ന് താമസിക്കുകയാണെങ്കിൽ അവർക്ക് ജീവിക്കാൻ ഒരു ഒരു വരുമാനമാവില്ല. അതെല്ലാം നമ്മളതിനകത്ത് ഇടപെടാറില്ല, ചോദിക്കാറില്ല. ചോദിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ഒരു 4-5 വയസ്സുള്ള ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ പ്രായം വരും. ജൂലിയാണത്? ജൂലിക്കല്ലേ, ജൂലിക്കൊക്കെ മുമ്പ്. ജൂലിനെ അറിയാവോ? ജൂലി കണ്ടിട്ടുണ്ടോ? ഇരിക്കോ? പിന്നെ അറിയാലേ. ഇവിടെ ചെയ്യുമ്പോഴത്തൊക്കെ അവിടെ വർത്തമാനം പറയും. ഇതിലെ ഇവിടെ കടയിൽ പോകും, ഇവിടെ വരും, ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. അപ്പം ചേച്ചിയുടെ മോളെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയില്ല, ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്ന് ഇവിടെ ഇരുന്നിട്ടുണ്ട്. വിശ്വാസിയൊക്കെ ആയിരുന്നല്ലോ, പ്രാർത്ഥനയൊക്കെ ഉള്ളായിരുന്നു അല്ലേ? ആങ്ങളായിട്ട് ഇവർ തെറ്റലാണെന്ന് ഞാൻ സാറുള്ളപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ട്. ആങ്ങളയുടെ ആങ്ങളെയായിട്ട് ഇവർ തെറ്റിരിക്കുന്നവരാണെന്ന് സാറുള്ളപ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. സാറുമായിട്ട് ആങ്ങളായിട്ട് ഇപ്പോൾ ഇവർ പറയുന്നത് അത്ര. ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ടി വിയിലും യൂട്യൂബിലൊക്കെ കണ്ട് എത്ര 7 ആങ്ങളമാർ. അതെ, 7. ഒരാങ്ങളെന്നാണ് പറയുന്നത്. അതെയോ? ഒരാങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ ഇത് കുടുംബം ഇപ്പം എനിക്കിവിടെ ഇത് നമ്മളെ ബാധിച്ചു വിടുന്നത്. അപ്പം ഞാനൊരു സ്ഥലം ചോദിച്ചു വിടുന്നത്. 2 സ്ഥലം ഞാൻ വികസിപ്പിക്കാനായിട്ട്, മുറി കൂട്ടിയെടുക്കാനായിട്ട്, കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് 2 സെൻറ്റും കൂടെ മതി. ഈ ജനലിൻ്റെ തൊട്ടപ്പുറയല്ലേ ഞാൻ കാണുന്നല്ലേ? മാത്രമേ ഉള്ളൂ, 3 അടിയേ ഉള്ളൂ. 3 അടിയേ ഉള്ളൂ. കാണാം. ഇത് തന്നെ 3 അടിയേ ഉള്ളൂ. ഒരു 2 സെൻറ്റ് സ്ഥലം എനിക്ക് വേണം. പൈസ എത്ര ഒരു സ്ഥലം എനിക്ക് പൈസ ഉണ്ട്, അതിന് കൊടുക്കാൻ പൈസ ഉണ്ട്. അതൊക്കെ കിടക്കുന്നില്ല. അയ്യോ അപ്പം ചേട്ടാ, അതെ എൻ്റെ മൂത്ത ആങ്ങളോട് ചോദിക്കണം. ആങ്ങളെ ഇവരായിട്ട് തെറ്റാന്നുള്ളത് സാറുള്ളപ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ തരാതിരിക്കാണ്. ഇത് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ ദിവസമേ ആങ്ങളെ കണ്ടു. അതെ, ആങ്ങളെ സമ്മതിക്കുന്നില്ല. ഞാൻ പറയാം വേണ്ട, സാറുള്ളത് മനസ്സിലായല്ലോ, കുഴപ്പമില്ല, അവരെടുത്തോളം. നമുക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സെൻറ്റിന് എന്നാ വിലയുണ്ട് ഏകദേശം വില? ഇവിടെ ഇപ്പോൾ ഒരു ഈ ഇവിടെ ഇപ്പോൾ റോഡ് ആക്സസ് അല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു 3 ലക്ഷം രൂപ ഒരു സെൻറ്റ് വരെയുണ്ട്. അപ്പോൾ ഈ റോസമ്മ പറയുന്നുണ്ട് സെൻറ്റിന് 1 ലക്ഷം രൂപ വെച്ചാണ് 2015 ഈ കോഴി ഫാമിൻ്റെ തൊട്ട് പുറകെ കിടക്കുന്ന സ്ഥലം മേടിച്ചത്. സെൻറ്റിന് 1 ലക്ഷം രൂപ വെച്ചാണ്. 40 സെൻറ്റ്. അന്നാ വില ഉണ്ടായിരുന്നോ? അത് കൂടുതൽ വിലയുണ്ട്. അപ്പോൾ അവർ പറയുന്ന വില അതല്ല, അത് കൂടുതലാണ്. ഇവർ പറയുന്നുണ്ട് വിറ്റത് ഞങ്ങൾക്ക് ഒരു 9 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. തൊട്ട് വീടിൻ്റെ അങ്ങോട്ട് റൂട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വലത് സൈഡിൽ കാണുന്ന 2 നില വീടുണ്ടല്ലോ, ആ വീട് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 9 സെൻറ്റ് സ്ഥലം റോസമ്മ കൊടുത്തു. 2015 കാലഘട്ടത്തിൽ കൊടുത്തു. അവിടെ താമസിക്കുന്നത്. അത് 3 ലക്ഷം രൂപയ്ക്ക് കൊടുത്തതെന്ന് റോസമ്മ പറയുന്നുണ്ട്. അത് കൊടുത്തിട്ടാണ് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയെന്നും പറയുന്നുണ്ട്. അപ്പം വലിയ വ്യത്യാസം ഇല്ലല്ലോ. അവർ പറയുന്നതല്ല നോണയല്ലേ? അതല്ലേ പറഞ്ഞത്. അവർ സത്യം പറയാത്തതുകൊണ്ട് അവരെ സംബന്ധിച്ച് നമുക്കൊരു കാര്യം പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാനീ പറഞ്ഞാൽ അവരുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അകന്നു നിൽക്കാനായിട്ട് അവരെന്തെങ്കിലും ഇപ്പോൾ എനിക്ക് തന്നെ വഴി പ്രശ്നം ഉണ്ടാക്കി പള്ളി ചെന്ന് പറയാതെ ഇപ്പോൾ എൻ്റെ മനസ്സിലായിട്ട് അവരോടൊരു അടുപ്പക്കുറവ് തോന്നി. ഞാൻ നോക്കുമ്പോൾ അവരൊരു വിടവാണ്.
ഒരു സഹതാപമായിട്ട് കാണിക്കുന്നതാണ്. പക്ഷേ ഈ സാറ് ഇട്ട് തന്ന വഴിയാണ്. അത് എന്നോട് പറഞ്ഞാൽ പോലെ പള്ളിയിൽ ചെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ പള്ളിയുടെ ഒരാൾ തന്നെയാണ്. അവിടെ നിന്ന് അച്ഛനും എല്ലാവരും കൂടെ വന്നു, വൈശ്വരനെല്ലാം കൂടെ വന്നിട്ട് എൻ്റെ വൈശ്വരൻ എൻ്റെ സുഹൃത്താണ്, റിട്ടയർഡ് പ്രൊഫസറാണ്. എന്നു പറഞ്ഞ് അതെ കീഴടച്ചു, നമ്മൾ തെറ്റാത്. എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ പറമ്പിലേക്ക് മറ്റൊരാളുടെ വെള്ളം വിടാൻ പാടില്ല. നമ്മൾ അറിയാൻ അത് അടച്ചേക്കാൻ പറഞ്ഞു. ഞാൻ അടച്ചു. അച്ഛനും അവിടെ ഉണ്ട്, അച്ഛനും എന്നെ അറിയാം. പക്ഷെ അച്ഛൻ അവരെ കുറേ വഴക്കുറയിട്ടാണ് പോകും. അതല്ലേ അച്ഛൻ പറഞ്ഞ വാക്ക് ഇപ്പോഴും അവരുടെ ചെവിയിലുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങളുടെ ഒരൊറ്റ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ആ സാറ് മരിച്ചത് കേട്ടോ എന്നുള്ളത്. സാറിനെ നിങ്ങൾ ഒരുപാട് മനസ്സിനെ പീഡിപ്പിച്ചിട്ടുണ്ട്, എന്നോട് സാറ് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ അച്ഛൻ പറഞ്ഞു. സാറ് മരിക്കാൻ കാരണം നിങ്ങൾ സാറിനെ അത്രമാത്രം മാനസികമായി പീഡിപ്പിച്ച്. ഈ അച്ഛനും അധ്യാപകനാണ്. അച്ഛൻ അധ്യാപകനാണ്. അതല്ലേ 35 വയസ്സുള്ള ഒരാളും ഒരു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. നമ്മളവിടെ വന്നപ്പോൾ അത് സംസാരിച്ചിട്ട് വേറെ കാര്യങ്ങളിലേക്കും ജൂലിയുടെ കാര്യങ്ങളിലേക്കൊക്കെ പോയത്. 35 വയസ്സുള്ള സ്ത്രീ, ഒരു പെൺകുട്ടി, ഒരു 4 വയസ്സുള്ള ആൺകുട്ടിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാനൊരു ദിവസം ഈ പറഞ്ഞാൽ പള്ളിക്കാരനോട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ദിവസം ഇത് അതെൻ്റെ ചിറ്റപ്പൻ്റെ മോളാന്ന് പറഞ്ഞു. പേരറിയാവോ അന്ന് അവിടെ വന്ന ആളുടെ? പേര് എനിക്കറിയാം, ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞു സാർ നമ്മൾ അവരുടെ ഒന്നും ചോദിക്കത്തില്ലല്ലോ, നമുക്കൊരു തമ്മിലൊരു അടുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനവർ ഒരു അതിർവരും വിട്ടാക്കും എപ്പോഴും. അപ്പോൾ പറഞ്ഞാൽ അത് ചിറ്റപ്പൻ്റെ മോളാണ് ഇവിടെ നിൽക്കുകയാണ്. വലിയ താമസിക്കുക പറഞ്ഞാൽ പെണ്ണിവിടെ അർത്ഥങ്ങളുള്ളതാണ്. അതൊരു കേസ് കിട്ടും, ഒരു കേസ് കിട്ടും വേണ്ടത് അങ്ങനെ പറഞ്ഞു അയൽക്കാരോടെ പറഞ്ഞു. അയൽക്കാര് അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഒരു മുസൽമാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, ഈ രൂപത്തെ തൊട്ട് വന്നിച്ചെന്ന് പറഞ്ഞു. ഈ രൂപത്തെ തൊട്ട് വന്നിച്ചെന്ന് പറഞ്ഞത് അത് താമസിക്കാതെ തന്നെ ഞാൻ അറിഞ്ഞ അയാളെ ലഹരി വിൽപ്പനക്കാരനായിരുന്നു. അയാളുടെ പേരെന്നാളൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം കറുത്തിട്ടാണ്. സ്ഥലം എവിടെയാണെന്നറിയാമോ? ഒന്നുമില്ല. ഇവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെ പറഞ്ഞ് ഇയാൾ അറിഞ്ഞത് ഇയാളെപ്പറ്റി ഇങ്ങനെ ലഹരി വിൽപ്പനക്കാരനാണെന്ന് പറഞ്ഞറിഞ്ഞ് അയാളപ്പം തന്നെ ഇവിടുന്ന് പോയി. ഇയാൾ രാത്രി വരും, രാവിലെ പോകും. ഇവിടെ താമസിക്കായിരുന്നു. അയാൾ അയാളുടെ ഭാര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. രാവിലെ ഇയാളെ കാണുന്നില്ല. രാവിലെ കാറ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതാണ്. ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകും. എത്ര വയസ്സ് തോന്നിക്കുമായിരുന്നു ആളെ കണ്ട? എത്ര വയസ്സ് തോന്നിക്കുമായിരുന്നു? അയാളൊരു 10-60 വയസ്സ് പ്രായം തോന്നി. പേരറിയത്തില്ല. ഞാൻ പറഞ്ഞു സാർ, നമുക്ക് അവരോട്ട് ആ വീടുമായിട്ട് നമുക്കൊരു അടുപ്പമുണ്ടെങ്കിലല്ലേ അവിടുത്തെ വ്യക്തികളുടെ. ഇപ്പം ജൂലി ഇവിടെ വന്നിട്ടുണ്ട്. ഈ റോസമ്മ അധ്വാനശീലമുള്ളതാണോ? റോസമ്മ എന്തിനാ ഈ കോഴിഷെട്ട് പണിത്? റോസമ്മ അധ്വാനശീലിയാണെന്ന് വെച്ചാൽ രാവിലെ ഇവിടെയൊക്കെ ചേമ്പും ചേനയൊക്കെ വെച്ച് ഇവിടെ നനയ്ക്കുന്നതാണ്. അതല്ലേ, ഈ കോഴിഷെട്ട് എന്തിനാ പണിതേ? കോഴിഷെട്ടായിരുന്നല്ലോ ഇവിടെ. കോഴി എന്നിട്ട് ലാഭത്തിനാണ് വിറ്റോണ്ടിരുന്നേ? ഞാൻ ഇന്നലെ വൈഫിനോട് ചോദിച്ചു കോഴി കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇന്നലെ എൻ്റെ വൈഫിനോട് ഞാൻ ചോദിച്ചു ഇന്നലെ അവിടെ ഇപ്പോൾ കോഴി ഉണ്ടോ എന്ന് കൂടെ കാണാനില്ല. ഞങ്ങൾ അറിഞ്ഞ ഇവിടെ കോഴി ഭയങ്കര ഓഫറിനാണ്. 3 കോഴി 100 രൂപയ്ക്കൊക്കെ കൊടുത്തോണ്ടിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ആരും ചെയ്യും. ഇവിടുന്ന് വേസ്റ്റ് കൊടുക്കും. ഈ ചോറ് ബാക്കി വരുന്നതും അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒക്കെ വേസ്റ്റ് വേറെ എന്തെങ്കിലും വരത്തില്ല, അതൊക്കെ ഇവിടെ വിളിച്ചു കൊടുക്കും. ഇപ്പം മതിലിൻ്റെ അവിടെ വിളിച്ചു നമുക്ക് കൊടുക്കും. പിന്നെ റോസം ഒരു കാര്യത്തിനോട് വരും. ഞങ്ങൾക്ക് 2 പ്ലാവുണ്ട്. ഒന്ന് തെക്ക് കിഴക്കും വിളിക്കുന്നു, ഈ തെക്ക് കിഴക്കും പടിഞ്ഞാറ് കിട്ടും. ചക്ക എടുക്കാൻ വരും. ചക്കയുടെ 2 പ്ലാവ് അല്ലേ? അത് ഈ പ്രാവശ്യം ഇപ്പോൾ ഒരു മാസത്തിന് മുമ്പ്. അപ്പോൾ ഇവിടെ ഒരെണ്ണം വരിക്കുമെന്ന് കൂടെ ചെയ്യണം. ഇവിടെ എനിക്കാണെങ്കിൽ ഒന്നും എടുക്കാനൊക്കത്തില്ല. പുള്ളിക്കാരത്തേക്ക് ഇത് പൊളിക്കാനും പറ്റത്തില്ല. ആരെങ്കിലും കൊണ്ടുപോകത്തേ ഉള്ളൂ. പക്ഷെ റോസമ്മ വരും, കൃത്യമായിട്ട് വരും, വന്നിട്ട് എടുക്കും. റോസമ്മയുടെ കാര്യം സാധിച്ചു പോകാൻ റോസമ്മ മിടിക്കുകയായിരുന്നു അല്ലേ? ഏത് കാര്യം സാധിക്കാനായിട്ട് പുള്ളിക്കാരത്തെ അതിന് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. നമ്മൾ ദേഷ്യമാണെന്നും വഴക്കാണെന്നും നമ്മൾ പറയുന്ന കാര്യങ്ങളുമായിട്ട് അവർ പൊരുത്തപ്പെട്ടു പോയില്ലെങ്കിലും റോസമ്മയുടെ കാര്യങ്ങൾ ഓരോന്ന് നേടിയെടുക്കാനായിട്ട് അതെ എത്ര ചില ആൾക്കാരുടെ ഒരു പിന്നെ കഴിവാണ്. അതൊരു ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവാണെന്ന് പറയാം. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അതിനെ അതിജീവിക്കാൻ എടുക്കുന്ന ഒരു എഫർട്ടായിട്ട് നമുക്ക് മാറ്റാം. ഞാൻ ഒരു കാര്യം തുറന്നു ചോദിക്കട്ടെ, ഈ റോസമ്മയുടെ വീട്ടിൽ മൊത്തത്തിൽ ഈ കുര്യാക്കോസാറ് മരിച്ച പിന്നെ എത്ര പേര് വന്നിട്ടുണ്ട് ഗസ്റ്റായിട്ട് താമസിക്കാനായിട്ട്? പലരും വന്നിട്ടുണ്ട്. കയ്യിലെണ്ണാൻ പറ്റുന്ന കൂടുതലുണ്ടോ? കൈവിരലയിൽ എണ്ണിയെടുക്കാൻ പറ്റുന്നേക്കാളും കൂടുതലുണ്ടോ? കാരണം ഇവിടെ തൊട്ടടുത്താണല്ലോ, ഇവിടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാവുന്നതാണല്ലോ. 4-5 പേരുണ്ടല്ലേ? ആരാന്നറിയാം. ഈ പറഞ്ഞ ഈ സംഭാഷണമൊക്കെ ഇതിനകത്താണ് കാണും.
ഈ സഭാഷണ കാണാൻ ഒരാഴ്ചയായിരുന്നു സഭാഷണ കാണുന്നത്. എൻ്റെ മരുമകളൊരു വീഡിയോ വെച്ചിട്ട് പറഞ്ഞ ചാച്ച ഇതൊന്ന് നോക്കാൻ പറഞ്ഞു. ഒരാഴ്ചയല്ല. സെബാസ്റ്റ്യൻ ഇവിടെ വന്ന് താമസിക്കാറുണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല. സെബാസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ല. ഞാനിതിനകത്ത് ഇപ്പോൾ ടി വിയിൽ ഇപ്പോൾ എപ്പോഴും ന്യൂസ് 8 നോക്കിയാൽ കാണാൻ പറ്റും. ഇവർക്ക് ഈ പച്ചമരുന്നിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പച്ചമരുന്ന് അവാർഡ് മേടിക്കുക, ഡൽഹിയിൽ പോയി മേടിക്കുക. സെബാസ്റ്റ്യൻ ഇവിടെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ടി വി കാണുമ്പോഴാണ് ഇയാളെ കാണുന്നത്. അതല്ലേ, ഞാൻ മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇല്ല സഭാഷണം കണ്ടില്ല. പക്ഷേ ഞാനീ പറഞ്ഞ അതിന് മുമ്പുള്ള ഞാൻ പറഞ്ഞല്ലോ, ലേശം കറുത്തിട്ട് പൊക്കമുള്ള ഒരാളുണ്ടായിരുന്നു. ബിന്ദു ആണോ അത്? ആണാ പെണ്ണല്ല. അല്ലെ, ബിന്ദു എന്ന് പറഞ്ഞ ആളാണോ? ബിന്ദു പെണ്ണല്ലേ? അതെ, ബിന്ദു പത്മനാഭൻ. അതൊന്നും കണ്ടിട്ടില്ല. ഈ ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരെല്ലാം ആണുങ്ങളാണോ? ഇവിടെ ആണുങ്ങൾ നിന്നിട്ടുണ്ട്, പെണ്ണുങ്ങൾ നിന്നിട്ടുണ്ട്. ആണെന്ന് വെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവും. ഒന്ന് ഞാൻ പറഞ്ഞത് ക്രിസ്മസിന് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഭാര്യയും ഭർത്താവുമാണ്. മുസ്ലിം ആണെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ മുസ്ലിം ആണെങ്കിൽ ഇങ്ങനെ തൊട്ട് വന്നിക്കുന്നതിനാന്ന് എനിക്കറിയാം. പക്ഷെ അയാൾ തൊട്ട് വന്നിച്ചു. ഇപ്രമാതിരി കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് തലയിലിട്ടിട്ട് ഒരു സ്ത്രീ ഇപ്പോൾ അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞു. അവരും വന്നിട്ട് ഒക്കെ വന്നിച്ചു. ഒരു 10 രൂപ അതിനകത്തിട്ട്. കാരണം ഞാനല്ലേ രൂപ കൊണ്ടുപോയി. അതാണ് അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞത് ഈ നമ്മൾക്ക് അവരുടെ അടുക്കലൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. എന്നാ കാര്യം ചെയ്യും, അങ്ങനെ ചോദിക്കും. അറിഞ്ഞിട്ട് എന്നാ കാര്യം അല്ല, അവരുടെ മറുപടി അങ്ങനെയാണ്. അതാണ് നമ്മളൊന്നും ചോദിക്കത്തില്ല. അതല്ലേ, ചോദിക്കാൻ പറ്റത്തില്ല അവരുടെ. നിങ്ങൾക്ക് എന്നാ കാര്യം? ഈ കുര്യാക്കോസ് സാർ മരിക്കുമ്പോൾ അക്കൗണ്ടിൽ പണവും വല്ലതും ഉണ്ടായിരുന്നോ? പണം അതിനെപ്പറ്റി അവരുടെ ഫൈനാൻസ് സ്റ്റേറ്റൊന്നും നമുക്കറിയാം. ഇല്ലല്ലേ. എന്നാലും ഈ ഇത്ര നാള് ഈ കുര്യാക്കോസ് സാർ മരിക്കുന്ന സമയത്ത് എന്താണെങ്കിലും കഴിഞ്ഞ കാലം അത്രയും ജോലി ചെയ്തതിൻ്റെ ഒരു നല്ലൊരു എമൗണ്ട് അക്കൗണ്ടിൽ കാണാൻ സാധ്യതയില്ലേ? ഹൈസ്കൂൾ അധ്യാപകനല്ലേ? ഹൈസ്കൂൾ അധ്യാപകനാണ്. ടീച്ചർ ഹെഡ് മാസ്റ്റർ ആണല്ലേ? അല്ല, സാറ് ഡ്രിൽ മാസ്റ്റർ ആയിരുന്നു. അവർ HM ആയിരുന്നു. അവർ പഠിപ്പിക്കുക. അവർ ഗവൺമെൻറ് സ്കൂളിൽ വേറെ സ്ഥലത്തായിരുന്നു. അവരവിടെ HM ആയിരുന്നു ടീച്ചർ അവസാനം ക്യാൻസറായിട്ട് ആശുപത്രി പോകുന്നത് എൻ്റെ വൈഫിനെ വിളിച്ചിട്ടുണ്ടാകും. സാറിന് കാറ് വല്ലതും ഉണ്ടായിരുന്നോ? സാറിന് കാറൊന്നും ബൈക്കാണ്. ഓഹോ, സാറ് മാറിയിരിക്കുമ്പോൾ ബൈക്കിനായിരുന്നു. അത് ഭയങ്കര. സാറിന് ബൈക്ക് എന്ത് ചെയ്യും? ബൈക്ക് അവിടെ കാണത്തുള്ളൂ. കാരണം ഈ ലാസ്റ്റ് പോയത് വീട്ടിൽ പോയിട്ട് ഇവിടെ കോതമംഗലത്ത് പോകാൻ പോയല്ലേ. അപ്പോൾ വെള്ളിയാഴ്ച ഇവിടെ നിന്ന് പോകുന്നു. വെള്ളിയാഴ്ച പോകാൻ നേരത്ത് ബൈക്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മതിലിൻ്റെ അങ്ങേ സൈഡ് തെളിഞ്ഞ സ്ഥലമാണ്. റോസം പറയുന്നത് പോകാൻ നേരത്ത് ചക്കയും മാങ്ങയും പഴുത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം പറിച്ചു വെച്ചിട്ടാണ് പോയെന്ന് ആര്? റോസമ്മ പറഞ്ഞേ. റോസമ്മ പറഞ്ഞല്ലോ പോകാൻ നേരത്ത് സാറ് ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് അവിടെ ചക്ക മാങ്ങാൻ പറിക്കുന്നേ. അതല്ലേ. അല്ല, ഇവിടെ എന്നെ വിളിച്ച സാറ് ഞാനങ്ങോട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനങ്ങോട്ട് വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അടുത്ത ആഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ, ബാക്കി കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അത് എന്നെ പറഞ്ഞ കുറേ പണികളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതല്ലേ. അത് വെള്ളിയാഴ്ചയാണ്. അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. കാരണം സാറിന് നമുക്ക് മറക്കാനൊക്കത്തില്ല. സാറാണ് പറഞ്ഞത്, അപ്പം ചേട്ടാ ഒരു കാര്യം ചെയ്യും, ഇവിടെ സ്ഥലം അല്പം സ്ഥലം എടുക്കുക. അപ്പം ചേട്ടാ പേര ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു എടുക്കാൻ സാറേ എന്ന് പറഞ്ഞു. എങ്ങനെയാ ഞാൻ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ആ സൈഡിൽ നിൽക്കുന്ന തെങ്ങിനെല്ലാം വളമിടുന്ന ഇവിടെ നിന്നായിരുന്നു. 2 തൈ വെച്ചിട്ട് അത് വളമിട്ട് അത് തേങ്ങ കൊലയ്ക്കുന്നത് ഞങ്ങൾ വളം ചെയ്തിട്ടാണ്. അപ്പോൾ ടീച്ചറും സാറും ഉണ്ട്. അപ്പോൾ അവർ അന്നേരം പറഞ്ഞു ആ 2 തൈയും ആ സ്ഥലവും കൂടെ അപ്പം ചേട്ടന് കൊടുക്കണം. അവരുടെ നല്ല മനസ്സാണ്, നമിക്കുക. അതുപോലെ എൻ്റെ ഇളയമകളുടെ കല്യാണം ടീച്ചർ നല്ലൊരു രണ്ടുപേരും നല്ല അഭിപ്രായം എന്നല്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവർ. ഈ റോസമ്മ പറഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് റോസമ്മേനെ വിളിച്ചു വരുത്തി ട്രഷറി കൊണ്ട് അവിടെയുള്ള ജീവനക്കാരെല്ലാം പരിചയപ്പെടുത്തി ഇതാണ് എൻ്റെ വൈഫ് എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷമാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞു. എന്നെ വിളിച്ചല്ലേ സംസാരിക്കുന്നത്, നല്ല റോസമ്മ വിളിച്ചല്ലോ. ഈ സ്ഥലമൊക്കെ പോകുന്നു, എന്നെ വിളിച്ച് സംസാരിച്ച് അടുത്ത ദിവസം ചെയ്യേണ്ട തിങ്കളാഴ്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇവിടുന്ന് പോകുക. ഈ പെൻഷനൊക്കെ റോസമ്മയുടെ പേർക്കെല്ലാം എഴുതി വെച്ചെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഈ കുര്യാക്കോസ് സാറ് മരിക്കുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് സാറിന് മരിക്കാറിയാം? ഞാൻ നാളെ മരിക്കുമെന്ന് സാറ് ചോദിച്ചിട്ടുണ്ട്. റോസമ്മയോടൊക്കെ പറഞ്ഞോ സാറ്? റോസമ്മയുടെ സംസാരത്തിൽ നിന്ന് റോസമ്മയ്ക്ക് അവസാനമായിട്ട് സാറിനൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ റോസമ്മ വിളിച്ച പ്രകാരം റോസമ്മ അവിടെ ചെന്നു. റോസമ്മ കൂട്ടിക്കൊണ്ട് പോയി ട്രഷറി കൊണ്ട് നോക്കണേ. ഓടിച്ച് വടിയെടുത്ത് ഓടിക്കും കേട്ടോ.
ആ ഗേറ്റ് തുറന്നോട്ട് പോകട്ടോ. ഞങ്ങളുടെ എപ്പോഴും ഗേറ്റ് അടച്ചു. പട്ടിയുടെ ശല്യം ഭയങ്കരമാണ്. അതല്ലേ എല്ലാ സ്ഥലത്തും അതെ. എന്താണേലും വളരെ ഏതായാലും റോസമ്മയെ വിളിച്ച് സാറ് പറഞ്ഞിട്ടില്ല ഞാൻ നാളെ മരിക്കാൻ പോകണം, അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ റോസമ്മ പറഞ്ഞേ. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതൊക്കെ മാനുഷികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിൽ നിന്ന് റോസമ്മ തന്നെ നേരത്തെ മുൻകൂട്ടി ഏതാണ്ട് പ്ലാൻ ചെയ്ത പോലെ ഇരിക്കുന്നു. അല്ല, അതൊക്കെ ഒരു നാടകം അല്ലേ ഇത്. ഞാനീ പറഞ്ഞത് ഫാക്റ്റാണ്. സാർ എന്നെ വിളിച്ചിട്ട് അടുത്ത നിങ്ങൾ ഞാൻ പോവുകയാണ്, എനിക്ക് ഒരു ഉടുപ്പടിയിൽ ഇടം കൊണ്ട് കോതമംഗലത്ത് നാളെ ഞാനിപ്പോൾ പോയാലേ എനിക്ക് രാത്രി വീട്ടിലെത്താൻ പറ്റുള്ളൂ. നാളെ കോതമംഗലത്ത് പോകും, ഞാൻ തിങ്കളാഴ്ച വരുമ്പോൾ അപ്പം ചേട്ടാ ഇന്നൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ആരും പറഞ്ഞത്. പുറപ്പഴിയുള്ളൊരു സിസ്റ്ററിൻ്റെ ഉടുപ്പിടിയിലാണോ പോയത്? അതെ അതെ അതെ. കിഴക്കേ എന്ന് പറഞ്ഞുകൊണ്ട് കിഴക്കൽ ജോസ്. കിഴക്കൽ ജോസ് അതിൻ്റെ വീട്ടിൽ വരുന്ന സിസ്റ്ററിൻ്റെ വീട്ടിൽ വരുന്നത് എനിക്കറിയത്തില്ല. അത് ഹോളി ഫാമിലിയിൽ ഒരു, അതായത് ഒരു കോൺവെൻറ്റിൻ്റെ തൊട്ട് മുകളിൽ താമസിക്കുന്നതാണോ? പുറപ്പുഴ കോൺവെൻറ്റ് തൊട്ട് മുകളിൽ താമസിക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ ഉടുപ്പിടിയിലാണോ പോയത്? ഇവിടെ സ്ഥലം പുറപ്പുഴ കോൺവെൻറ്റിൻ്റെ. ഇവിടെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തായിരുന്നു, അതാ ചോദിച്ചേ. കോതമംഗലത്തല്ലേ? അതെ, കോതമംഗലത്തായിരുന്നു. കോതമംഗലത്ത് അന്ന് 11 പേർ ഉടുപ്പിടിയിലുണ്ടായിരുന്നു. സാറ് അത് കഴിഞ്ഞ് നേരെ മാലയ്ക്ക് വന്നു കഴിഞ്ഞ് ഷീറ്റ് ഉണക്കാനിട്ട് നേരത്ത് മടക്കി വെച്ചു, വിയർത്ത് കഴിഞ്ഞ് കുളിക്കാൻ. ഞാൻ പറയാൻ കാരണം ഈ പറഞ്ഞ പുറപ്പുഴയിലുള്ളത് എൻ്റെ പെങ്ങളാ. ഓ അത് ശരി. എൻ്റെ പെങ്ങളാ. എൻ്റെ ഫാദറിൻ്റെ പെങ്ങളുടെ മകളാണ് ഈ പുറപ്പുഴയുള്ള കന്യാസ്ത്രീ. അപ്പോൾ ഈ പറഞ്ഞു വന്നപ്പോൾ ആണ് എനിക്ക് ആ കോതമംഗലവും ഈ മാറുകയും ഈ ടച്ച് എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞില്ലേ എന്തോ അല്ല പറഞ്ഞ ഇപ്പം 3-4 ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ രീതിയിലും. ഈ കുര്യാക്കോസ് സാറിൻ്റെ രണ്ടാമത്തെയാണ് കുര്യാക്കോസ് സാറ്. ആദ്യത്തെ ഭർത്താവാണ് തോമസ് എന്ന് പറഞ്ഞ ആള്. ഇവരുടെ ആദ്യത്തെ ഭർത്താവ്, അത് റോസമ്മയുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ പേരാണ് തോമസ്. ഒരു കുട്ടിയുണ്ട്. എന്തോ കുട്ടിയുണ്ട്. മറ്റുള്ളവരൊക്കെ പറയണ ഞാനിപ്പോൾ ഇതിനകത്ത് വീഡിയോ കേട്ടത്. ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഫോട്ടോ ഉണ്ടോ വീട്ടിലുണ്ടോ? ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ. അതൊക്കെ നമ്മൾ അങ്ങനെ അടുപ്പുള്ളപ്പോൾ പറഞ്ഞതാണ്. ജിൻസി എന്നാ കൊച്ചിൻ്റെ പേര്. അത് മരിച്ചുപോയി. കൊച്ചിൻ്റെ പേര് ജിൻസി എന്നായിരുന്നു. ആ കൊച്ചിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. പദ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിക്കണം എന്ന് പറഞ്ഞു. മുട്ടയുടെ ഉണ്ണി കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പം മുട്ടയുടെ ഉണ്ണി കഴിച്ചു, പത്യം തെറ്റിച്ചു, അതുകൊണ്ടാണ് മരണപ്പെട്ടത്. അവിടെ വെച്ച് കല്യാണം അവരുടെ ഭർത്താവ് ആദ്യം